ഹായ് ഫ്രണ്ട്സ്, ഇത് രാത്രിയിലെ ഭക്ഷണമാണ്. പക്ഷെ രാത്രിയിലെ ഭക്ഷണമാണെങ്കിലും ഉണ്ടാക്കി തുടങ്ങിയത് ഒരു അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോഴേ തുടങ്ങിയാലേ ഒറട്ടി മീൻസ് പത്തിരിയും പരിപ്പ് കറിയും റെഡി ആവുള്ളൂ. പരിപ്പ് കറി പെട്ടെന്നാകും. ഇതുപോലെ കറിപ്പരിപ്പും തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങ അരച്ചൊഴിച്ചാൽ മതി. കൊച്ചുള്ളിയും കൊച്ചു ജീരകവും തേങ്ങയും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചാൽ മതി. പരിപ്പ് കറി പെട്ടെന്ന് തീരും. പക്ഷേ ഈ ഒറട്ടി ചുടുന്നത് ഞങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഇത് ഒറട്ടി എന്നാണ് പറയുന്നത്. പത്തിരി എന്നും പറയാറുണ്ട്. ഇത് ചുടണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. ആദ്യം മാവ് കുഴയ്ക്കും. അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. മാവ് കുഴയ്ക്കും, പിന്നെ അതിനുശേഷം നന്നായിട്ട് പരത്തും. പിന്നെ പരത്തുന്നത് മാവ് കുഴയ്ക്കുന്നത് പെട്ടെന്ന് തീരും കേട്ടോ. ചുട്ടെടുക്കണതാണ് ഏറ്റവും വലിയ പണി. രണ്ട് മൂന്ന് കല്ലുണ്ടെങ്കിൽ കല്ല് മീൻസ് ദോശച്ചട്ടി, തവ, അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരും. പക്ഷേ എൻ്റെ ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ. ഒരെണ്ണം ആകെ എന്ന് ഉപയോഗിച്ച് പകുതിയായ ഒരു പാനായിരുന്നു. പിന്നെ ഒരെണ്ണം പുതിയതായിരുന്നു. അപ്പോൾ രണ്ടെണ്ണം കൂടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. പക്ഷേ എങ്കിലും അത് ചുട്ട് വരാൻ കുറച്ച് നേരം പിടിക്കും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പണി തുടങ്ങിയിട്ടുണ്ട്. രാത്രി ഒരു 8 മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ. അങ്ങനെ പറഞ്ഞു തീരാൻ മുമ്പേ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് തന്നെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത് പിന്നെ പത്തിരിയിലോട്ട് പോയി, ഒരട്ടി പിന്നെ ബോളായിട്ട് പിടിച്ചിട്ടതിന് ശേഷം പിന്നെ ചപ്പാത്തി പ്രസ് ചെയ്ത് ചുട്ടെടുക്കണം. മാവാണെങ്കിൽ നല്ല പരുവത്തിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, നന്നായിട്ട് നല്ല പരന്ന് വന്നിട്ടുണ്ട്. അതിന് ദോശച്ചട്ടിയിലിട്ട് നന്നായിട്ട് ചുട്ടെടുത്താൽ മാത്രം മതി. നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒറട്ടിക്കായിക്കോട്ടെ ഇടിയപ്പത്തിനായിക്കോട്ടെ എന്തിനായാലും മാവ് പരുവായിരുന്നാൽ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയായിരുന്നാലും നല്ല ടേസ്റ്റും ആയിരിക്കും, കഴിക്കാൻ നല്ല സോഫ്റ്റും ആയിരിക്കും. അങ്ങനെ ഇത് മൊത്തത്തിൽ ചുട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടങ്ങി തീർന്നപ്പോഴത്തേക്കും ഒരു 7:30 മണിയായി. അപ്പോൾ തന്നെ ഞാൻ ഉടനെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ഇതാണ് എൻ്റെ രാത്രി ഫുഡ്.